ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതാണിത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നല്ല ചൂടായ കാരണം എല്ലാവരും മേത്തും അമ്മമാരുടെയും മക്കളുടെയും എല്ലാവരും മേത്തൊക്കെ ചൂടുകുരു വരണ ടൈമല്ലേ. അമ്മമാരും എല്ലാവരും മക്കൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ എൻ്റെ മോനെ ചൂടുകുരു വന്ന സമയത്ത് നമ്മൾ നെല്ലുവായി ഉണ്ട് ഇവിടെ. നെല്ലുവായി ഏകാദശിയൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും. അവിടെ ഒരു വൈദ്യരുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്ന ആയുർവേദ ഡോക്ടറാണ്. ശ്രീകൃഷ്ണൻ വൈദ്യരി എന്ന് പറയും. നല്ല ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ നമുക്ക് എഴുതി തന്നൊരു പൊടിയാണത്. ഇതിൻ്റെ പേര് ഗുളിച്ചാരി കഷായ സൂക്ഷ്മ ചൂർണം എന്നാണ് പേര്. ഗുളിച്ചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ഇത് എല്ലാ ആയുർവേദ കടകളിലും ഉണ്ട് കേട്ടോ. ഇതിനൊരു 160 രൂപയൊക്കെയാണ് വരുന്നത്. ഇത് ഒരു 2 സ്പൂണൊക്കെ എടുത്തിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം മേലൊഴിച്ച് കുളിക്കുക. അപ്പോൾ ഒരു 2-3 ദിവസം ആകുമ്പോഴേക്കൊക്കെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നന്നായി കരിഞ്ഞ ചൊറിച്ചലിനൊക്കെ നല്ല മാറ്റം വരും. ഇതിൽ രക്തചന്ദനം, അതുപോലെ മല്ലി, പിന്നെ ആര്യവേപ്പ്, അങ്ങനത്തെ ആയുർവേദ സാധനങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. മറ്റേ നമ്മൾ ചൂടുകുരു പൗഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹോളുകളൊക്കെ അടഞ്ഞൊക്കെ പോയി കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ പൊതുവെ പറയും പൗഡറൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊന്നും പാകില്ലാണ്ടൊന്നും നമ്മൾ പൗഡറൊക്കെ തന്നെ ഇടും. ഇതിപ്പോൾ നമുക്ക് എല്ലാ ആയുർവേദ കടകളിൽ കിട്ടാവുന്നൊരു സാധനമാണ്. അപ്പോൾ ഇനി ചൂടുകുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കട്ടോ. ഇത് നമ്മൾ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കുട്ടികളിങ്ങനെ ഈ മാന്തി ചൊറിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ആയുർവേദമാകുമ്പോൾ അവരുടെ ആരോഗ്യത്തിനും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. വെറുതെ വെള്ളം ഒഴിച്ചു എല്ലാ കുട്ടികളും ഈ പൗഡർ ഇട്ടിരിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല. വേർക്കുമ്പോഴേക്കും അതൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ കുറച്ച് വലിയൊരു വട്ടയിലൊക്കെ ഒഴിച്ച്, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്നെ അതിൽ കുറച്ച് നേരം ഇറക്കിയൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അവരതിലിരുന്ന് കളിക്കുകയും ചെയ്യും. അപ്പോൾ മേലത്തെ ചൂടുകുരുയൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അല്ലാത്തവർക്കാണെങ്കിൽ ഇതിങ്ങനെ കുറേശ്ശെ കപ്പിലിങ്ങനെ മുക്കി ഒഴിച്ച് ചൂടുകുരു കൂടുതൽ എവിടെയാണെങ്കിൽ അവിടെ അങ്ങനെ മുക്കി ഒഴിച്ചാലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി കേട്ടോ. ഓക്കെ, ഉപയോഗിച്ചിട്ടവരൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങളൊക്കെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ.